നമ്മളുടെ ബിഗ് ബോസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയ അനുമോളുടെ വീടാണ് ഇത്. അനുമോള് കരയുമ്പോ ഞാനും കരഞ്ഞിട്ടുണ്ട്. നമ്മള് പിന്നെ ഇവിടെ വളർന്ന കൊച്ചല്ലേ, കപ്പ് കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം എന്റെ കല്യാണത്തിന്റെ അന്ന് വൈകിട്ടൊക്കെ ഒരുക്കി തന്ന അനുമോളാണ്. അങ്ങനത്തെ ജാടി അങ്ങനെ ഒന്നും കാണിച്ചില്ലേ. ഞാനിപ്പോ എവിടെയാ നിക്കുന്നേന്നറിയോ? നിങ്ങൾക്ക് വീട് കണ്ട ചിലപ്പോ മനസ്സിലാവില്ല, പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾ അറിയും. നമ്മളുടെ ബിഗ് ബോസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയ അനുമോളുടെ വീടാണ് ഇത്. ശരിക്കും അനുമോൾ ഇവിടെ ഇല്ല, അനുമോൾ ബിഗ് ബോസിലാണല്ലോ. അതുകൊണ്ട് തന്നെ അനുമോളുടെ പാരന്റ്സ് ഒക്കെ ചേച്ചിയുടെ വീട്ടിലാ. അപ്പൊ നിലവിൽ ഇവിടെ ആരുമില്ല. എന്നാലും ഈ വീടൊന്ന് കാണിച്ചു തരാനാണ് ഞാൻ വന്നത്. അപ്പോ ഇവിടെ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് അയൽവാസികളുണ്ട്, കുഞ്ഞേ മുതലേ കണ്ടു വളരുന്ന കുറെ പേര്. അപ്പൊ അവരോട് അനുമോളെ കുറിച്ച് ചെറിയ കുശലമൊക്കെ അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. അനുമോളുടെ ഗെയിം എങ്ങനെ ഉണ്ടെന്നും അനുമോൾ എങ്ങനെ കളിക്കുന്നുണ്ടെന്നൊക്കെ ഒന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അറിയാം നമുക്ക്. ഓക്കെ, ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സ്വന്തം അയൽവാസിയുടെ? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നു. ആ ബിഗ് ബോസ് കാണുന്ന അതേപോലെ തന്നെ എനിക്കറിയാന്നുള്ളതില് എനിക്ക് 7 വർഷം കൊണ്ട് അറിയാം. എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം എന്റെ കല്യാണത്തിന്റെ അന്ന് വൈകിട്ടൊക്കെ ഒരുക്കി തന്ന അനുമോളാണ്. മേക്കപ്പ് നല്ല എനിക്ക് ആദ്യം ഒന്നും അറിഞ്ഞൂടായിരുന്നു. പിന്നെ ചേട്ടനൊക്കെ ഒന്നും പറഞ്ഞത് ഇങ്ങനെ അനുമോളെ വീട്ടിന്റെ അടുത്താണെന്ന്. അന്നോട്ടെ എനിക്കറിയാം. ആണല്ലേ? അനുമോള് ഈ ബിഗ് ബോസിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് കല്യാണത്തിന് അങ്ങനെ തന്നെയാണ്, നല്ല ഹാപ്പി ആയിട്ടാണ്. അങ്ങനത്തെ ജാടി അങ്ങനെ ഒന്നും കാണിച്ചില്ലേ. എങ്കിലും ചേച്ചിക്ക് അനുമോളുടെ ഒരു ഇത് മാറ്റിയായിരുന്നെങ്കിൽ അനുമോൾ ഇച്ചിരി നന്നായെന്ന് തോന്നുന്നു. കരച്ചില് ഇപ്പൊ മാറ്റിയായിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ. കരയാതെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന്. ഇപ്പൊ അത് ഇല്ലല്ലോ, കുറച്ചൊക്കെ അങ്ങനെ പിണങ്ങുമ്പോഴൊക്കെ ഇല്ലേ ഉള്ളൂ. അത് അങ്ങനെയാണ്. ഒരാള് അത്രയും ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കുമല്ലോ അവരടുത്ത് അങ്ങനെ ആക്കിയത്. എത്തുമെന്നാണോ വിശ്വസിക്കുന്നത്, നാട്ടുകാരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. എത്തുമെന്നാണോ വിശ്വസിക്കുന്നത്. നമ്മള് അനിമളാണ് ഞങ്ങള് നാട്ടുകാരെ അങ്ങനെയും തന്നെ. പിന്നെ പരിപാടിയൊക്കെ കൊള്ളാം. ചെറുപ്പക്കാരൻ കാണുന്ന അനിമള് നല്ല കുട്ടി. നമ്മളെ നാട്ടിലൊക്കെ നല്ല കൊച്ച്. ശരി തന്നെ. കൊണ്ടുവരണം തോന്നുന്നു. ദൈവത്തിന്റെ ആയിരിക്കണ്. കാണുമ്പോ എന്താ അനുമോളുടെ ഇഷ്ടം എന്തോ? അതിനകത്ത് കളിക്കുന്ന ഗെയിമാണോ അതോ സംസാരമാണോ? സംസാരം, അടുക്കള പാചകം, അതൊക്കെയാണ്. ഇഷ്ടമാണ്. ജയിച്ച് കപ്പോട്ട് വരുന്ന കപ്പുകൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്. എങ്കിലും അനുമോൾക്ക് ഇപ്പൊ കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? ഇപ്പൊ ഇത്ര നാളായില്ലെങ്കിലും ഇനി എന്നൊരു അമ്മയുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് കൊടുക്കാൻ എന്തായിരിക്കും? അങ്ങനെ നീ അങ്ങോട്ട് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഇത്തിരി കൂടെ നല്ല ഇങ്ങനെ കരയണൊക്കെ കാണുമ്പോ നമുക്ക് സങ്കടം വരും. അടുത്ത അങ്ങനെയൊക്കെ അനിമോള് കരയുമ്പോ ഞാനും കരഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആ കാര്യത്തിനെ പറ്റിയൊക്കെ പറയണതൊക്കെ കേൾക്കുമ്പോഴ് നമ്മള് പിന്നെ ഇവിടെ വളർന്ന കൊച്ചല്ലേ, അതുകൊണ്ട് ജയിച്ച് കപ്പോട്ട് വരട്ടെ പ്രാർത്ഥിക്കുന്നു. കപ്പ് കൊണ്ട് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ശരി.